ഗർഭിണിയാവുമോ? അതാണ് നമ്മുടെ ചോദ്യം. പാട്ട് പഠിച്ചാൽ ഗർഭിണിയാവുന്നു. ഹലോ ഗൈസ്, തുടക്കത്തിൽ ചിരി നിർത്താൻ പറ്റുന്നില്ല. ആക്ച്വലി പേരിടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയധികം ഫേമസ് ആയ കേരളത്തിലൊരാളുണ്ടെങ്കിൽ അത് വിജയ് മാധവ് മാത്രമാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ വിജയ് മാധവനെ അധിക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ വിജയ് എങ്ങോട്ടാണ് പോകുന്നത്, വിജയ് എവിടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വിജയ് അതിനകത്ത് പറയുന്നുണ്ട്, നീലാകാശച്ചെരുവിൽ നിന്നെ കാണാൻ വെൺതാരമായി നീളേ തെന്നും പൂവിൽ. ഇത് ആകാശത്തൂടെ പറന്നു പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ്. വിജയ് മാധവ് സ്വന്തമായിട്ട് തന്നെ ഏറി കയറാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ ഭാര്യയോട് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. സോ എന്താണെന്നുള്ള കാര്യമല്ലേ, ഇത്തവണ ഈ പാട്ടുമായിട്ട് കൂടെ ബന്ധമുണ്ട്. അതായത് പാട്ട് പഠിച്ച് പ്രസവവും പാട്ട് കേട്ടാൽ പ്രസവവും പ്രസവിക്കാൻ പാട്ട് എന്നുള്ള രീതിയിലേക്കുള്ള സംഭവമാണ്. ഗർഭിണിയാവാൻ പാട്ട്, സംഗീതം, ഗർഭം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സാധനമാണ്. പുതിയ ഐറ്റം 2025 ലേറ്റസ്റ്റ് ഐറ്റമാണ്. എന്താണ് കാര്യം എന്നുള്ള കാര്യം ചിലപ്പോൾ അറിവാണെങ്കിൽ നമുക്കത് എടുക്കാം, അറിവല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ അത് യോജിച്ചതാണോ, ഇദ്ദേഹം വെറുതെ മണ്ടത്തരം പറയുന്നതാണോ എന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഗർഭിണിയാവുമോ? അതാണ് നമ്മുടെ ചോദ്യം. പാട്ട് പഠിച്ചാൽ ഗർഭിണിയാവുന്നു. ആവോ ഗൈസ്, പാട്ട് പഠിച്ച ഗർഭിണിയാവോ? ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഗർഭിണനാവണമല്ലോ? ഇല്ല, നഹി ഹേ ഇൻ മൈ വയർ നഹി നത്തിങ്. നിങ്ങളാരെയും പാട്ട് പഠിച്ചിട്ടുണ്ടോ? കർണാട്ടിക് മ്യൂസിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പാട്ട് പഠിച്ച ഗർഭിണിയാവുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ IVF ട്രീറ്റ്മെൻറ്റ് വേണ്ട, മറ്റുള്ള പരിപാടികളൊന്നും വേണ്ട. പരിപാടികളെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. സോ അങ്ങനെ ചിന്തിക്കരുത്, മനസ്സിൽ പോലെ ചിന്തിക്കാൻ പാടില്ല. സോ അങ്ങനെ അപ്പം അതൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം കർണാട്ടിക് മ്യൂസിക് പഠിച്ചാൽ മുരളി കമിഴ്ത്തൽ പരിപാടികളൊന്നും വേണ്ട, കർണാട്ടിക് മ്യൂസിക് പഠിച്ചാൽ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, കേൾക്കട്ടെ. ഈ തംബ്നെയിലിൽ ഒരു പ്രത്യേകതയുണ്ട്. അടുത്ത നമ്മൾ ആകാശത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഈ ഒരു ചോദ്യം അഡ്വാൻസ് വിഷസ് ടു എന്താണ് ആകാശത്തേക്ക് പറക്കൽ. നീലാകാശച്ചെരുവിൽ നിന്നെ കാണാം വിജയ് മാധവേ, നീളേ തെന്നും പൂവിൽ നിന്നെ കാണാം വിജയ് മാധവ. മക്കളുടെ പേരൊക്കെ ഇട്ട് മനഃപൂർവ്വമായിട്ടാണോ ഇപ്പോൾ ഏറി കയറുന്ന ഒരു ഡൗട്ട് എനിക്കിപ്പോൾ ഉണ്ട്. സ്ഥിരം ഏറി കയറാൻ വേണ്ടിയിട്ട്. ഞാൻ കളിയായിട്ടാണ് പറയുന്നത്, ഒരിക്കലും ഒഫൻഡഡ് ആയിട്ടല്ല കേട്ടോ. വളരെ ഫണ്ണായിട്ടാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഫണ്ണായിട്ട് തോന്നി, ഞാനതുകൊണ്ട് ഫണ്ണായിട്ടാണ് പറയുന്നത്. സോ എൻ്റെ ഉള്ളിൽ വേറെ തെറ്റുകളൊന്നുമില്ല ബാബേട്ട. ഈ ഒരു ഉത്തരത്തോട് അല്ല, ഈ ഒരു വീഡിയോ കാരണം ഇത് ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ സംശയം തോന്നാം, അല്ലെങ്കിൽ ചീത്ത വിളിക്കാൻ തോന്നാം. ശരിക്കും ചീത്ത വിളിക്കത്തില്ല, ബിക്കോസ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ രസകരമായിട്ടും ആശയപരമായിട്ടും അത് വിമർശിക്കുക അല്ലെങ്കിൽ പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തിനാണ് തെറി വിളിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പഠിച്ചാൽ ഗർഭിണിയാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് ആത്മജ സെൻറ്ററിൽ നമുക്കൊരു കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ ചേർന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഗർഭിണിയാവുന്നതായി നമ്മൾ ഗർഭിണികളാവുന്നത് നമ്മൾ അല്ല അങ്ങനെയല്ലായിരുന്നു പടച്ച പെണ്ണെ മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ. അപ്പോൾ ഗർഭമുണ്ടാവാൻ ആത്മജ സെൻറ്ററിലെ കർണാട്ടിക് മ്യൂസിക്കിൽ ചേർന്നാൽ മതിയോ? പറയൂ ശകുന്തളെ. ആക്ച്വലി ഇതെന്താ പുള്ളി പറയുന്നത്? കർണാട്ടിക് മ്യൂസിക് ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ജോയിൻ ചെയ്ത സ്ത്രീകൾ 3 മാസത്തിനപ്പുറം ഗർഭിണികളായിത്രേ. എന്താ ഈ പറയുന്നത്? മ്യൂസിക് തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ട്. കർണാട്ടിക് മ്യൂസിക് മാത്രം പഠിച്ചാലാണ് ഈ ഗർഭിണികളാവുന്നത്. ഹിന്ദുസ്ഥാനി പഠിച്ചാലാവത്തില്ലേ? അറിയില്ല. ഗർഭിണികളായിട്ട് ക്ലാസ് കുറച്ച് ഓരോരുത്തരും കയറും 3-4 മാസം കഴിയുമ്പോൾ സാർ അതെന്താ നമുക്ക് മാത്രമാണോ ഇത് എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മുടെ സാർ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ക്ലാസ് ഇടയ്ക്ക് വെച്ച് നിൽക്കും 4 മാസമൊക്കെ ആകുമ്പോൾ. അപ്പോൾ സാറ് ക്ലാസ് ചിലരൊക്കെ 2-3 മാസം ആകുമ്പോഴേ നിർത്തും ഛർദിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചെങ്കിലും കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ചേച്ചിയുടെ വീഡിയോ കണ്ടത്. അതിൽ എനിക്ക് രജനീഷാണ് ഇന്റർവ്യൂ. അതിനകത്ത് പറയുന്നുണ്ട് ചേച്ചി പഠിപ്പിക്കുന്ന ഒരുപാട് പാട്ടുകാർ പെട്ടെന്ന് ഗർഭിണിയാവുന്നതായി കാണുന്നു. അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, അപ്പോൾ നമുക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു ഈ വീഡിയോ ചെയ്താൽ നമ്മൾ ആകാശത്തെത്തും. പക്ഷേ അതല്ല, നമ്മൾ ചെയ്യുന്നൊരു നമ്മുടെ ബിസിനസിൻ്റെ ഒരു ഭാഗമാണ് ആത്മജ സെൻറ്റർ. അതിൽ ഓൺലൈൻ നമുക്ക് സെഷൻ അത്യാവശ്യം നന്നായി പോകുന്നുണ്ട്. തുടങ്ങിയ അന്ന് മുതലേ നമുക്ക് സാർ നല്ല ആയിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടും പിന്നെ എന്തുകൊണ്ടോ നമുക്ക് പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു സ്പെഷ്യൽ സെഗ്മെൻറ്റ്, അതായത് ഈ പറഞ്ഞ മാതിരി പ്രഗ്നൻസി ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അതിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണമെങ്കിൽ പെട്ടെന്ന്. ഇപ്പോൾ ഇത് കർണാട്ടിക് മ്യൂസിക് ആയതുകൊണ്ട് എൻ്റെ സാറിൻ്റെ അടുത്തും കൂടെ പറയണമല്ലോ. എന്നെ പഠിപ്പിച്ച രാജീവ് സാറാണ് കർണാട്ടിക് മ്യൂസിക്. പുള്ളിയോട് എന്തിനാ വിളിച്ച് പറഞ്ഞു, സാറേ പ്രഗ്നൻസി സെറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാറൊരു ബോർഡ് വയ്ക്കണം, പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് സാറ് കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കുന്നു. ആക്ച്വലി
കർണാട്ടിക് ഞാനൊരു കാര്യം പറയാം, മ്യൂസിക് ഒരു മെഡിസിനാണ്. ഞാൻ ഒരു മ്യൂസിക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെല്ലാവരും മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മ്യൂസിക്കിന് ഒരു വലിയൊരു പവറുണ്ട്, സീരിയസ്ലി ഉണ്ട്. അത് മ്യൂസിക് തെറാപ്പി എന്നുള്ള സാധനമുണ്ട്. അത് ഭയങ്കരമായിട്ട് തെറാപ്പി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. വളരെ കാമായിട്ടുള്ള മ്യൂസിക്, നമ്മൾ ചില പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഇപ്പം വെണ്ണുര വന്നു തലോടുമ്പോൾ അത് അപ്പോൾ ആ ഒരു സമയം ആക്കിളി പൊന്മകളി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എവിടെയോ ഒരു പെയിൻ നമുക്ക് തോന്നൂലേ. അതുപോലെ തന്നെ ആകാശദൂതിലെ ആ ഒരു പാട്ടുണ്ടല്ലോ, പാടി ഇല്ലേ, ആ ഒരു സമയം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ആകാശദീപമെന്നുണരുണ്ടമായോ, അതിൽ നമുക്കൊരു ഭയങ്കര ഒരു സുഖം ഒക്കെ തോന്നുന്നില്ലേ. മംഗളങ്ങളരുളും, അതിൽ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു വേദന തോന്നും. ഇതുപോലെ ഇപ്പം നമ്മുടെ എന്താ പറയുക, പവനരച്ചെഴുതുന്നു കോലം, അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഹാപ്പി മൂഡ് തോന്നും. സോ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ഈ മ്യൂസിക്കിന് പറ്റും. സോ മ്യൂസിക് എന്ന് പറഞ്ഞ സാധനം വേറെ ലെവലാണ്. സോ ആ മ്യൂസിക്കിനെ അങ്ങനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വളരെ സുഖം അനുഭവിച്ച് കഴിഞ്ഞാൽ ഡോപ്പമിൻ ആ ഒരു സാധനത്തിൻ്റെ ഒരു പ്രസൻസ് നന്നായിട്ടുണ്ടാകും. സന്തോഷം, ആനന്ദം കിട്ടുകയും നമ്മൾ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് സക്സസ് ആയേക്കാം. അത് എന്ത് കാര്യവും പോസിറ്റീവായിട്ട് ഇപ്പോൾ എപ്പോഴും ചില സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരുണ്ട്. പോസിറ്റീവ് ആക്കാൻ, നെഗറ്റീവ് ആക്കാനും മ്യൂസിക്കിന് കഴിയും. നമ്മൾ ശാന്തമായിരിക്കുന്ന ഒരാളെ മറ്റേ കലുഷിതമാക്കാനും നമ്മുടെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, അർജുനൊരു വില്ല് അരിച്ചെന്ന് എന്തോ അതിൻ്റെ വരികളൊന്നും അറിയത്തില്ല, അതിൻ്റെ ആ പാട്ടൊക്കെ വണ്ടിയൊക്കെ ഇങ്ങനെ വെച്ചോണ്ട് പോകാൻ വേണ്ടി തോന്നൂല. സോ അതുപോലെയൊക്കെ തന്നെ മ്യൂസിക്കിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. ബട്ട് ഗർഭം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഗർഭം എന്താ എല്ലാ പാട്ടും പാടുന്ന പോലെ പെട്ടെന്ന് പാടാൻ പറ്റണമെന്നില്ല. കുറച്ച് പാട്ട് പാടാനും പഠിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനൊക്കെ ഒരു താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു ഭാഗമാക്കി അവരുടെ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റും. ഇത് വെച്ച് ഈ വീഡിയോ വെച്ചിട്ട് ഇതിന്റെ അർത്ഥം ഓക്കെ നമ്മുടെ പാട്ട് പഠിച്ചാൽ ഉടനെ നിങ്ങൾ ഗർഭിണിയാകുന്നു, ഈ പാട്ട് പഠിച്ചാൽ കുട്ടികൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വന്ധ്യതാ ചികിത്സ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്ത് തരാം. അങ്ങനല്ല, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാരണം ആൾക്കാർ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതും കൂടെ സൈഡിൽ കൂടെ വേണം. ആക്ച്വലി ഈ ഒരു കാര്യത്തിന് സ്വാഗതം ചെയ്യാം. കാരണം ഇതൊരു വലിയൊരു ബുൾഷിറ്റ് അല്ല, ഒരു ഭയങ്കര ഒരു മണ്ടത്തരം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്തൊരു ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ചാൻസസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതർവൈസ് ഇതൊരു മ്യൂസിക് എന്നുള്ളൊരു സാധനത്തിന് എടുക്കുന്നത് കൊണ്ട് മ്യൂസിക്കുമായിട്ട് യാതൊരു താല്പര്യമില്ലാത്ത ഒരാൾ ഇപ്പം നാളെ ഒന്ന് കർണാട്ടിക് മ്യൂസിക് പഠിച്ചെന്ന് പറഞ്ഞാൽ യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം. കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്ന സാധനം തന്നെ അതിനകത്ത് അത് ആ ഒരു ഇതിലേക്ക് പഠിച്ച് കയറി വരിക എന്നുള്ളൊരു കാര്യം ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഇനി അതർവൈസ് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രത്യേകിച്ചിട്ടുള്ള അലങ്കാരങ്ങളോ കീർത്തനങ്ങളോ മറ്റുള്ള സാധനങ്ങളോ ഇനിയിപ്പം വേറെ എന്തെങ്കിലും കൃതികളോ ഒക്കെ പഠിപ്പിക്കുന്നതാണെന്ന് അറിയത്തില്ല. സോ അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ചില രാഗങ്ങളുണ്ട്. ചില രാഗങ്ങൾക്ക് നമുക്കിപ്പം എന്താണ് അമൃതവർഷിണി പോലത്തെ രാഗങ്ങൾ, മഴ പെയ്യിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന രാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലുള്ള ചില രാഗങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ആ ഒരു വൈബ്രേഷൻ, അതായത് ഒരു ഫ്രീക്വൻസിയാണ് ഓരോ മ്യൂസിക്. ഇപ്പോൾ സരിഗമ, ഇപ്പോൾ സരിഗമ എന്നുള്ള സാധനം, സരിഗമ എന്നുള്ള ഈ പറയുന്നില്ലേ, ഈ ഒരു സപ്ത സ്വരങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഫ്രീക്വൻസിയാണ്, വോയിസ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ആ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് ആ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ചലനം, ശബ്ദം, നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന ശബ്ദങ്ങളുടെ നല്ല ശബ്ദങ്ങളും മോശം ശബ്ദങ്ങളുണ്ട്. കിളികളുടെ ശബ്ദം വളരെ ഇഷ്ടപ്പെടും, കാക്കയുടെ ശബ്ദം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. സോ ആ ഫ്രീക്വൻസിയാണ് വോയിസിൻ്റെ ഒരു ഫ്രീക്വൻസി. ചില ആൾക്കാർ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ചെവി അടച്ചു പോകും, ചില ആൾക്കാരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും. സോ ആ ഫ്രീക്വൻസി, അപ്പോൾ ആ ഫ്രീക്വൻസി ആ ഒരു സംഭവം കൊടുക്കുമ്പോൾ അതിലെന്തോ ഒരു മാറ്റം ചിലപ്പോൾ ഉണ്ടാവാം. മേ ബി ഇത് ക്ലിനിക്കലി പ്രോൺ ആണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ മ്യൂസിക് തെറാപ്പി എന്നൊരു സാധനമുണ്ട്, അത് സത്യമായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യം. പാട്ട് പിടിച്ച് വേണം നോക്കാൻ, ചിലപ്പം അത്ഭുതം സംഭവിച്ചാലോ. അതെ, അല്ല പാട്ടിനെ ഇഷ്ടപ്പെടണം, നമുക്ക് പാട്ട് പഠിക്കുന്നത്. എസ്പെഷ്യലി കർണാട്ടിക് മ്യൂസിക് ഒന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ ഒരു മണിക്കൂർ പോലും പഠിച്ചിരിക്കാൻ പറ്റില്ല. പാടുന്നതല്ല. അപ്പോൾ കർണാട്ടിക് മ്യൂസിക് തന്നെ പഠിക്കണോ എന്ന് ചോദിച്ചു. ഇതിനകത്ത് ഇവരെ കുറ്റപ്പെടുത്താനൊന്നും ഞാനില്ല കേട്ടോ. കാരണം ഇവർ പറയുന്നതിനകത്ത് ഒരു ചെറിയൊരു എലമെന്റ് ഉണ്ട്. ഡോപ്പമിൻ ഇൻക്രീസിങ് ബോഡിയിൽ നടക്കും. ആ ഒരു സാധനം സത്യമാണ്. നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകാൻ ഡോപ്പമിൻ്റെ പ്രസൻസ് വേണം. അപ്പോൾ നമ്മൾ വിഷാദത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് വരാൻ ഡോപ്പമിൻ എന്നുള്ള സാധനം വേണം, ആ ഒരു സംഭവം റിലീസ് ചെയ്യപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ മദ്യപാനികൾ ഈ സാധനം മദ്യപിക്കുന്ന സമയത്ത് ഡോപ്പമിൻ റിലീസ് ആവുന്നതുകൊണ്ടാണ് ആ മദ്യപിക്കുമ്പോൾ എന്തോ സുഖം കിട്ടുന്നത്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഡോപ്പമിനൊക്കെ ഉണ്ടാകുന്ന ആ പ്രസൻസ് കാരണം എന്തോ കിട്ടുന്നുള്ളതാണ്. പക്ഷേ അതിനെക്കാട്ടിലും എപ്പോഴും ലഹരി കിട്ടുന്നൊരു സാധനമാണ് ഈ പറഞ്ഞ സുഖമുള്ളതാണ്. കുറച്ച് നേരം സ്പോട്ടിഫൈ ഒക്കെ എടുത്ത് വെച്ചിട്ട് നല്ല പാട്ട് കേട്ടൊക്കെ നമ്മുടെ എന്ത് രസമാണ്, അത് വേറെ ലെവൽ. നമുക്കിപ്പോൾ അതാണ്. പക്ഷെ അതിന്റെ ഒരു കാരണം താങ്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാരണം ശാസ്ത്രീയമായി നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ യോഗയിലും ഇതേമാതിരി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഞാനൊരു മ്യൂസീഷ്യനാണ്, ഇപ്പൊ താങ്കൾ യോഗ ചെയ്യുന്നു. ഇത് രണ്ടും കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അത് വെച്ച് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ശരീരത്തിൽ 7 ചക്രാസ് പറയുന്നുണ്ട് യോഗ. മൂലാധാരം മുതൽ സഹസ്രാരം വരെ 7 ചക്രമുണ്ട്. അതിൽ ഏറ്റവും ഈ സെക്ഷൽ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഗർഭം സംബന്ധമായിട്ടുള്ള ചക്രാസ് എന്ന് പറയുന്ന മൂലാധാരം അല്ലെങ്കിൽ സ്വാശ്വാസം മണിപൂരകം ഈ ഒരു ഗ്യാപ്പാണ്. അപ്പം പാട്ടിന്റെ ഏറ്റവും കൂടുതൽ പവർ എടുക്കേണ്ട ഏരിയ ഇവിടുന്നാണ്. ഈ ശ്വാസം എടുത്ത് എത്ര നിൽക്കാൻ പറ്റുന്നോ അങ്ങനെ മാത്രമേ നമുക്ക് പാടാൻ പറ്റത്തുള്ളൂ. അത് ഡയഫ്രമാറ്റിക് സിംഗിങ് എന്ന് പറയും. അതിൻ്റെ ആ ഒരു ബ്രത്ത് ഡയഫ്രമാറ്റിക് ആണ്. നമ്മളിപ്പോൾ സാധാരണ ശ്വാസം എടുക്കുന്ന സാധനം നമ്മളിപ്പോൾ ഇവിടെ
ഇങ്ങനെയല്ല സംഭവം. ഇപ്പോൾ പാട്ട് പാടുന്ന സമയത്തോളം അവർ ഇവിടെ താഴേക്ക് അടിവയറിന് നമ്മുടെ ഡയഫ്രമാറ്റിക് ആ ഒരു സംഭവം അവിടെ സ്ട്രെങ്തൺ ആക്കും തോറും കൂടുതൽ സ്ട്രെങ്തൺ ആയിട്ട് പാടാനൊക്കെ പറ്റും. സോ ഇതൊക്കെ കുറെ മാത്രമല്ല ശരിക്കും 7 ചക്രങ്ങളാണ്, അതുപോലെ സ്വരങ്ങളാണെങ്കിലും 7 സ്വരങ്ങളിലാണ് പാട്ടുള്ളത്. അതെ, നമ്മൾ ഈ ഒരു 7 ചക്രാസിന്റെ ബേസിലാണ് യോഗ ചെയ്യുന്നത്. അതുപോലെ ഈ 7 സ്വരങ്ങളാണ് നമുക്ക് കർണാട്ടിക് മ്യൂസിക്കിലുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു കണക്ഷൻ വെക്കാം. ഓരോ ചിലപ്പോൾ അവിടെ ഓഫ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ചക്രം പാടുമ്പോൾ ഓണാവുന്നതായിരിക്കാം ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇതെല്ലാം ഹോർമോൺ റിലേറ്റഡ് ആണ്. നമ്മൾ പറയില്ലേ ഈ ഹാപ്പി ഹോർമോൺസ് ഉണ്ടല്ലോ, എൻഡോർഫിൻ അല്ലെ ഓക്സിറ്റോക്സിൻ ഡോപ്പമിൻ, അതിൽ ഈ എൻഡോർഫിൻ ആണെന്ന് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ അല്ലെ പാട്ട് പാടുമ്പോഴൊക്കെ ഓൺ ആവുന്നത്. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് ചേഞ്ചസ് അല്ലെ ഹോർമോണൽ ചേഞ്ചസ് അല്ലെ ഒരുപാട് സ്ട്രെസ് ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാരണം. സോ ഇതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു മ്യൂസിക് എന്നുള്ള സാധനം കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം, ആനന്ദം. ഈ സന്തോഷം ആനന്ദം കേൾക്കുന്ന സമയത്ത് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന സമയത്ത് ഈ സന്തോഷം ആനന്ദം കിട്ടും. ബട്ട് അതിന് ശേഷം പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. ആ സമയത്ത് ഈ ഒരു മ്യൂസിക്കിൻ്റെ പ്രസൻസ് ഉള്ളപ്പോഴായിരിക്കുമോ അറിയത്തില്ല. സോ ഐ ഡോണ്ട് നോ, നിങ്ങൾ തന്നെ പറ. എനിക്ക് ഇതിനെക്കുറിച്ച് അത്രയും വലിയ ഗഹനമായിട്ട് പറയുന്നില്ല. എന്തോ മ്യൂസിക് തെറാപ്പി എന്നുള്ള സാധനമുണ്ട്, അത് കേട്ടിട്ടുണ്ട്, അത് അറിയാം. അത് മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്നവർക്ക് അത് മ്യൂസിക് എത്ര നല്ല മ്യൂസിക് കേട്ടാൽ ഇഷ്ടപ്പെടും. പക്ഷേ രണ്ടാമത്തെ കുഞ്ഞുണ്ടായത് വൈഫിനെ ഏത് പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ദയവ് ചെയ്ത് എന്നെ തെളിവിളിക്കില്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ. ഇക്കാലത്ത് ഇത്തരത്തിലുള്ള വിടുവായിത്തം പറയത് ഒന്നും ഉണ്ടായിട്ടല്ല. പാട്ട് കേൾക്കുന്നത് നല്ലത് തന്നെ, പക്ഷേ പാട്ട് പഠിച്ചാൽ കുട്ടികൾ ഉണ്ടാകും എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. പാട്ട് പഠിക്കുന്നത് ലേഡി ടീച്ചറാണെങ്കിൽ കുട്ടികളുണ്ടാകുമോ പഠിപ്പിക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, വീഡിയോ കണ്ടില്ല എന്ന് തോന്നുന്നു. താങ്കൾ വീഡിയോ കാണുമെന്ന്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വിന്നി കൃഷ്ണകുമാർ എന്നത് ഒരു ലേഡി ടീച്ചറാണ് ബ്രദർ. അവരുടെ അനുഭവം കൂടി പറഞ്ഞത്. ഒരിക്കൽ കൂടി വീഡിയോ കണ്ടാൽ ചിലപ്പോൾ അങ്ങേക്ക് മനസ്സിലാകും, ഇല്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കൂ. താങ്ക് യു. കോവിഡ് കാലത്തും കൂടുതൽ പേർ ഗർഭം ധരിച്ചെന്ന് കാരണം എന്താ മാഷേ? ഇനി അങ്ങനുണ്ടോ? എന്തായാലും ഇനി ഭർത്താവിനെ ഇപ്പോൾ ഗൾഫിലിരിക്കുന്ന, ഭാര്യ നാട്ടിലുണ്ട്, ഭാര്യ പാട്ട് കേട്ടാൽ ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം വേണേൽ ചോദിക്കാം അല്ലേ? അല്ലെങ്കിൽ വേറെ എവിടെ? ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ഇടയിൽ പാട്ടിന് പുറം ഇതും ഉണ്ടോ? മാഷേ എല്ലാം നല്ലതിന് വേണ്ടിയാവട്ടെ. എനിക്കും അതേ പറയുള്ളൂ, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിക്കോട്ടെ. ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതിനകത്ത് മ്യൂസിക് എന്നുള്ളൊരു സാധനം ഒരു തെറാപ്പി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ ഗർഭം ഉണ്ടാകും എന്നുള്ള കാര്യം പുതിയൊരു അറിവാണ്. ഇനിയിപ്പം ഇവർ പറഞ്ഞതുപോലെ എന്തെങ്കിലും സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് സഹായിക്കും. പക്ഷെ അതിന് മ്യൂസിക് ഇഷ്ടപ്പെടണം. പ്രത്യേകിച്ച് എസ്പെഷ്യലി കർണാട്ടിക് മ്യൂസിക്കാണ് പറഞ്ഞേക്കുന്നത്. അത് സാധാരണക്കാർക്കൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യത ഇല്ലാത്തൊരു സാധനമാണ്. അത് മ്യൂസിക് താല്പര്യമുള്ളവർ മാത്രം ഇഷ്ടപ്പെടുന്നൊരു മേഖലയും കൂടെയാണ്. ബാക്കി മനഃപൂർവ്വമായിട്ട് ഇനി ഏറി കയറാൻ വേണ്ടി പറഞ്ഞതാണോ? ഇനി അതോ ഗർഭിണികൾ ആവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം നാളെ മുതൽ വിജയമാധവൻ്റെ വീട്ടിലെ ഫ്രണ്ടിൽ ഇനിയിപ്പോൾ ക്യൂ ആയിരിക്കുമോ? അല്ല, ക്ലാസ്സിന് വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ. അപ്പോൾ വിജയമാധവേ സംഭവം കൊള്ളാം കേട്ടാ. അപ്പോൾ എയറിൽ പോകാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയത് ഡൗട്ടുണ്ട്. ബൈ.